കുറച്ച് സമയം സംസാരിക്കാം. ഈ ബുർജ് ഖലീഫ ആദ്യം ഉണ്ടായത് എവിടെ? യെസ്, നിങ്ങളെന്താണ് എഞ്ചിനീയർ മനസ്സിൽ നല്ല കൈയ്യടി എടുത്തേ. ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. ഒരു മനുഷ്യൻ ലൈഫിൽ പരാജയപ്പെടാൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഫിയർ ഓഫ് ഫെയിലിയർ. തോറ്റാലോ, തെറ്റിപ്പോയാലോ, ഞാൻ ചെയ്താൽ തെറ്റിപ്പോകുമോ, പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മുടെ. അത് അത് പറയാൻ അദ്ദേഹം സന്നദ്ധരായി. സക്സസിന്റെ ഓപ്പോസിറ്റ് എന്താ? ദാറ്റ് ഈസ് പാർട്ട് ഓഫ് സക്സസ്. ഫെയിലിയർ ഈസ് പാർട്ട് ഓഫ് സക്സസ്. ഒരിക്കലും എന്തല്ല, ഓപ്പോസിറ്റ് വേർഡല്ല. പരാജയം സംഭവിക്കാതെ ലോകത്ത് ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? സസ്റ്റൈനബിൾ ആയിട്ടുള്ള സക്സസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നിലനിൽക്കുന്ന സക്സസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. വിജയിക്കാൻ എളുപ്പമാണ്, പക്ഷേ വിജയം നിലനിർത്തുക എന്നാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുർജ് ഖലീഫ ആദ്യമുണ്ടായത് ഒരാളുടെ മനസ്സിലാണ്. ലോകത്ത് ഏത് സംഗതികളും ആദ്യം ഉണ്ടാകുന്ന വഴിയാണ് ഒരൊറ്റ ആളുടെ മനസ്സിലാണ്. വിമാനം ഉണ്ടായത് ആദ്യം ഇവിടെ റൈറ്റ് ബ്രദേഴ്സിന്റെ മനസ്സിലാണ്. ഈ മീറ്റിംഗ് ആദ്യം ഉണ്ടായത് സബീർ അലിയുടെ മനസ്സിലാണ്. അതല്ലാണ്ട് വേറെ അതിൻ്റെയൊക്കെ ആശയം ഉണ്ടാവുക എന്നതാണ്. കായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആശയമുണ്ടാക്കിയതാണ്. ആശയം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ CH പറയും, ഇവരൊക്കെ പറയും. പക്ഷേ സീതി സാഹിബ് ഉണ്ടാക്കിയ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. സീതി സാഹിബിന്റെ ഡ്രീം ഉണ്ടായിരുന്നു. ആ ഡ്രീം CH അധികാരം കിട്ടിയപ്പോൾ നടപ്പിലാക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തലാണ്. സീതി സാഹിബ് എന്ന വ്യക്തി കണ്ട സ്വപ്നം, അല്ലെങ്കിൽ കായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കണ്ട സ്വപ്നം അധികാരം കിട്ടിയപ്പോൾ ആർക്ക് കിട്ടി? അത് CH നടപ്പിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആശയമാണ്. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരു ആശയം നിങ്ങളുടെ ലൈഫിനെ മാറ്റും. ഇന്ന് ലോകത്ത് മാറിയ എന്ത് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, എല്ലാം ആശയമാണ്. ഫേസ്ബുക്ക് എന്താ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഫേസ്ബുക്ക് എന്താ? ഒരാശയമാണ്. വാട്സാപ്പ് എന്താണ്? ഒരാശയമാണ്. ഇൻസ്റ്റഗ്രാം എന്താണ്? ഒരാശയമാണ്. ഇന്ന് ലോകസമ്പന്നരിൽപ്പെട്ട ജെഫ് ബെസോസിന്റെ കമ്പനി ഏതാ? ആമസോൺ എന്താണ്? ആശയം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആശയമാണ്. ഏറ്റവും പ്രധാനം. പക്ഷേ നമ്മുടെ ലൈഫിൽ നമുക്ക് ആശയമുണ്ടാവണമെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ നിന്ന് പുതിയ ആശയം ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? നമ്മളിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവണം. നമ്മളുടെ ലോകപ്രശസ്തനായ വേൾഡ് മാനേജ്മെന്റ് ഗുരു പ്രൊഫസർ സ്റ്റീഫൻ കോവൈ, എത്ര പേര് കേട്ടിട്ടുണ്ട്? പ്രൊഫസർ സ്റ്റീഫൻ കോവൈ, അദ്ദേഹത്തിന്റെ ഫേമസ് പുസ്തകം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകമാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ്, അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അതിൻ്റെ മകനാണോ അത് ഫുള്ളാക്കിയതെന്ന് തോന്നുന്നു. 8th ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റ്സ് ഉണ്ട്. ആ ഹാബിറ്റ്സിൻ്റെ പേരാണ് പാരഡൈം ഷിഫ്റ്റ്. അഥവാ നിങ്ങൾ ഇന്ന് വരെ ഏത് രീതിയിൽ തിങ്ക് ചെയ്തുവോ, ഏത് രീതിയിൽ ചിന്തിച്ചുവോ, അത് തന്നെയാണ് തുടർന്നും നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇന്ന് വരെ നിങ്ങൾക്ക് കിട്ടിയത് എന്താണോ അത് തന്നെ എന്ത് ചെയ്യുള്ളൂ? കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് അത് തിങ്കിങ് പാറ്റേൺ മാറണം. അങ്ങനെ തിങ്കിങ് പാറ്റേൺ മാറണമെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ക്രിയേറ്റീവ് പാർട്ട് ആക്റ്റീവ് ആവണം. ബേസിക്കലി ഐ ആം എ സൈക്കോളജിസ്റ്റ്. നമ്മുടെ ബ്രെയിനിന്റെ ക്രിയേറ്റീവ് പാർട്ട് ആക്റ്റീവ് ആവണം. നമ്മുടെ ബ്രെയിനിന്റെ ക്രിയേറ്റീവ് പാർട്ട് ആക്റ്റീവ് ആകണമെങ്കിൽ എന്താ അതിനുള്ള വഴി? നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ ഓർത്തെടുത്ത് ഇവിടെ ഷെയർ ചെയ്യുന്നും വേണ്ട. നിങ്ങളുടെ ലൈഫിലെ ഒറ്റ സന്തോഷകരമായിട്ടുള്ള അഥവാ ഓതന്റിക് ആയിട്ടുള്ള ഹാപ്പിനെസ്, നോട്ട് സിന്തറ്റിക് ഹാപ്പിനെസ്. നടക്കുമ്പോൾ ഹാപ്പിയും പിന്നെ റിഗ്രറ്റും കുറ്റബോധമുള്ള സാധനം ആവരുത്.
ഇപ്പോൾ ആലോചിക്കുമ്പോഴും ആ സംഭവം നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നുണ്ടുള്ള ഒരൊറ്റ സംഭവം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു പോകും. നിങ്ങളുടെ സ്വന്തം ലൈഫിലേക്ക് തിരിച്ചു പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരൊറ്റ ഇവന്റ് കിട്ടി. എത്ര പേര് കിട്ടി? ഞാൻ ചോദിക്കൂല, ഷെയർ ചെയ്യണ്ട, ആരും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എത്ര പേര് കിട്ടി? ഓക്കെ, കിട്ടാൻ പ്രയാസമുള്ളവർ ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറഞ്ഞോളൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഒന്ന് കണ്ടാൽ മതി. അത് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന്റെ ക്രിയേറ്റീവ് പാർട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തോ ആവാം. ലൈഫ് നിങ്ങൾക്ക് ഹാപ്പിനെസ് ആയിരിക്കണം, ഓതന്റിക് ഹാപ്പിനെസ് ആയിരിക്കണം, റിഗ്രറ്റ് ഉണ്ടാവരുത്. ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഇപ്പോഴും ആ സംഭവം ഓർക്കുമ്പോൾ എൻ്റെ ലൈഫിൽ വീണ്ടും ഇതെന്ത് ചെയ്യണം? സംഭവിക്കണം. കുറ്റബോധം ഉണ്ടാവരുത്. കുറച്ച് സമയം സംസാരിക്കാം. നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു മീറ്റിങ്ങിലാണ്. അപ്പം നമ്മൾ ഗാഡ്ജറ്റ്സിലാണ് എപ്പോഴും ജീവിക്കുന്നത്. നമ്മൾക്ക് വരുന്ന ഓൾമോസ്റ്റ് ഫാമിലി പ്രോബ്ലംസ്, ഏത് ഫാമിലി പ്രോബ്ലംസ് വരുന്നതും അതിൻ്റെ വില്ലൻ ആരാണ്? ഗാഡ്ജറ്റ്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മൊബൈൽ ഫോൺ. അപ്പോൾ എൻ്റെ സെഷൻ കഴിയുന്നവരെ നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ മാറ്റി വെക്കുക. എന്ത് ചെയ്യണം? സൈലന്റ് ചെയ്യണം. സൈലന്റ് മോഡിലിടണം. സൈലന്റിലിടണം. ഡാറ്റ ഓഫ് ചെയ്യണം. ഡാറ്റയുടെ അതും കൂടി വരാൻ പാടില്ല. ഡാറ്റ ഓഫ് ചെയ്യണം. വൈബ്രേഷൻ വരില്ലല്ലോ, വൈബ്രേഷൻ വരാൻ പാടില്ല. ഇനി ആരുടെങ്കിലും മൊബൈൽ ഫോൺ ഇവിടെ ബെല്ലടിച്ചാലോ? ഞാൻ സൈലന്റ് ആണ്. പക്ഷെ ഞങ്ങൾ ഇത് സാധാരണ സെഷൻ വെക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വന്നിട്ട് ഇത് എന്ത് ചെയ്യും? സൈലന്റ് ഒഴിവാക്കി വെക്കും. അത് എന്താണെന്ന് പറഞ്ഞു. ആരുടെയും ഓക്കെ, വെരി ഗുഡ്. അതെ, ഓക്കെ. ഇനി ആരുടെയും മൊബൈൽ ഫോണ് ഈ സെഷൻ കഴിയുന്നവരെ ബെല്ലടിച്ചാൽ എന്താ ചെയ്യാം? ചായ മറീന ഹോട്ടലിൽ കൂടി നമ്മളിത് ട്രൈപ്പൻഡിയിലായിരുന്നു ഇത് കൂടാൻ ആഗ്രഹിച്ചിരുന്നത്. ട്രൈപ്പൻഡിയിലാണ് കൂടാൻ ആഗ്രഹിച്ചിരുന്നത്. ഇവിടുത്തെ ചായ 1000 രൂപ ഫൈന്. ഈ കമ്മിറ്റിക്ക് 1000 രൂപ ഫൈന് ആരുടെയും മൊബൈൽ ഫോൺ ബെല്ലടിച്ചാൽ. എഗ്രി? അല്ല, കമ്മിറ്റിക്ക്, നോട്ട് പേഴ്സൺ. ഓക്കെ, എഗ്രി അല്ല? നിങ്ങൾ 2 ഫോണൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളി. ഇത് തമാശയല്ല, സീരിയസ്. ദെൻ നിങ്ങൾ അടുത്തിരിക്കുന്നത്, നിങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടുള്ള ആളുടെ ചിലപ്പോ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിങ്ങൾ ഇരിക്കുന്ന ഒരു പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടുള്ള ആളെടുത്തായിരിക്കും. ആണോ? അങ്ങനെയാണെങ്കിൽ മാറിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? മാറിയിരിക്കണം. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. ദെൻ നിങ്ങളുടെ മുമ്പിൽ ചെയർ കാലിയായിരിക്കരുത്. നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ചെയർ കാലിയായിരിക്കരുത്. ആരുടെയും തൊട്ട് മുമ്പിൽ ചെയർ കാലിയായിട്ടിടരുത്. ഓക്കെ, ഇനി തമ്മിൽ ടച്ച് ആവാതിരുന്ന എല്ലാവരും ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിരുന്ന്. ദെൻ ഓക്കെ, ശരി. അപ്പൊ നിങ്ങളുടെ പോസിറ്റീവ് ഇവന്റ് കിട്ടി. എത്ര പേര് കിട്ടി? ലൈഫിൽ പോസിറ്റീവ് ഇവന്റ് കിട്ടി. ഓക്കെ, നമുക്ക് ഞാൻ പറയാം, നമ്മൾ ഉന്നത പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ ട്രാൻസാക്ഷൻ അനാലിസിസിൽ 2-3 ഈഗോ സ്റ്റേറ്റുകളുണ്ട്. ട്രാൻസാക്ഷൻ അനാലിസിസ് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. TA എത്ര പേര് കേട്ടിട്ടുണ്ട്? ട്രാൻസാക്ഷൻ അനാലിസിസ്. ഓക്കെ, 1, 2, 3 അവരൊക്കെ അറ്റൻഡ് ചെയ്തവരുണ്ട്. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി MSc സൈക്കോളജി. സൈക്കോളജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ന്യൂറൽ പാത്ത് ഉണ്ടായാൽ അത് മാറ്റാൻ പറ്റില്ല എന്നാണ്. എന്നാൽ ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുന്നത് ഇത് മാറ്റാൻ പറ്റും. നമ്മൾ അതിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട്. നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുന്നുണ്ട്. മാറ്റാൻ പറ്റും. നമ്മൾ ഇതുവരെ ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ എന്ത് തിങ്ക് ചെയ്താലും അവിടെ ഒരു ന്യൂറൽ പാത്ത് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. അത് എവിടെയായിരിക്കും ഉണ്ടാവുക? നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, മറ്റൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് വരെ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതെല്ലാം ആരുടെ ഹെൽപ്പ് കൊണ്ടാണ്? സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾക്ക് കയറ്റാൻ പറ്റിയ സാധനങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരെ നേടിയതൊക്കെ എന്തിട്ടുണ്ടാവുള്ളൂ?
നേടിയിട്ടുണ്ടാവും. ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത, സബ് കോൺഷ്യസ് മൈൻഡിൽ വിഷ്വൽ മാത്രമേ എടുക്കുള്ളൂ. എന്തെടുക്കില്ല? ലോജിക് എടുക്കില്ല. ഓൾമോസ്റ്റ് ആളുകളും എന്ത് മൈൻഡാണ്? ലോജിക്കൽ മൈൻഡാണ്. യെസ് ഓർ നോ? എന്ത് വന്നാലും കണക്ക് കൂട്ടും. ഇന്നിപ്പോൾ 700 രൂപ കൊടുക്കണം. ആണോ അല്ലേ? ലോജിക്കൽ മൈൻഡാണ്. ചില ആളുകൾ അതൊന്നും നോക്കില്ല. 700 അല്ല, ആളുകളെ കാണാം, ഇവിടെ കൂടാം, കുഴപ്പമില്ല. ദാറ്റ് ഈസ് വിഷ്വൽ മൈൻഡാണ്, ലോജിക്കൽ മൈൻഡാണ്. അപ്പോൾ നമ്മളുടെ ബ്രെയിനിൻ്റെ ക്രിയേറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു സാധനം, നമുക്കറിയില്ല, ആൽഫ, ബീറ്റ, ഗാമ, ഓരോ സ്റ്റേജുകളുണ്ടല്ലോ. നമ്മൾ ഉറക്കത്തിൻ്റെ ഓരോ സ്റ്റേജുകൾ പോകുന്നതാണ്. നമ്മൾ ഉറക്കത്തിലേക്ക് പോയിട്ടില്ല, എന്നാൽ സാധാരണ ലെവലിൽ നിന്ന് പോയിരുന്ന ഒരു ചിലപ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് നിങ്ങൾ ഡിസിഷൻ എടുത്താൽ നിങ്ങൾ 5:15 ഉണരണം എന്ന് പറഞ്ഞാൽ ഒരു അലാറും ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യും? ഉണരും. പക്ഷെ കൺഫ്യൂഷൻ കൊടുക്കാൻ പാടില്ല. ആർക്ക്? ബ്രെയിന് കൺഫ്യൂഷൻ. സബ് കോൺഷ്യസ് മൈൻഡ് ഓൾവേസ് പോസിറ്റീവ്. മറ്റൊന്നല്ല, സബ് കോൺഷ്യസ് മൈൻഡ് ഡസിൻ നോ റിയൽ ആൻഡ് അൺറിയൽ. സബ് കോൺഷ്യസ് മൈൻഡിന് എന്തറിയില്ല? റിയലും അൺറിയലും ഏതാന്ന് അറിയില്ല. എല്ലാം പോസിറ്റീവായിരിക്കും. അതാണ് ചില അസുഖം, ചില ആളുകൾ എപ്പോഴും ദുആ ചെയ്യുന്ന എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ ചില പേടിക്കുന്നത്, ആ അസുഖം എനിക്ക് വരുത്തരുത്, ആ അസുഖം എനിക്ക് വരുത്തില്ല. അയാൾക്ക് അസുഖം വരാറുണ്ട്, ഇല്ലേ? അസുഖം വരാറുണ്ട്. കാരണം എന്താ? സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ എന്ത് തിങ്ക് ചെയ്യുന്നു അത് അവിടെ ഒരു പിക്ചറൈസ് ചെയ്തു അതെടുക്കും, പോസിറ്റീവായിട്ട് എടുക്കും. നിങ്ങൾ വരുത്തരുതേന്ന് ദുആ ചെയ്താൽ പോലും സബ് കോൺഷ്യസ് എന്തേ എടുക്കുള്ളൂ? പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡ്, അത് പറയില്ലേ, എന്ത് സംഭവം നടന്നാലും, നിങ്ങൾ പറഞ്ഞാൽ ഇപ്പം അങ്ങനെ സമയം കഴിഞ്ഞു പോകും, ബ്രേക്ക് ചെയ്യാനുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്ത് ചെയ്താലും, നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതൊരു പിക്ചറോ വിഷ്വലായിട്ട് കിടക്കും. വൺ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഊട്ടി, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൂടെ ഒരു പിക്ചർ പോയോ ഇല്ലേ? അല്ല, ഒരു പിക്ചർ, മസനഗുഡി ഊട്ടിയല്ല, ഒരു പിക്ചർ നിങ്ങളുടെ ഒരു വീഡിയോ, പിക്ചറോ, വാട്ട് എവർ ഇറ്റ് മേ ബി, വന്നോ ഇല്ലേ? കോഴിക്കോട് വന്നോ ഇല്ലേ? വ്യത്യസ്തമായിരിക്കും ഓരോരുത്തർക്ക് വരിക. വയനാട്, മരണം, പാലക്കാട്, കോഴിക്കോട്, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചാലും അത് സബ് കോൺഷ്യസ് മൈൻഡ് ക്യാപ്ചർ ചെയ്യും. ചിലപ്പോൾ അതെന്തായിരിക്കാം? അത് വീഡിയോ ആയിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കാം? പിക്ചർ ആയിരിക്കാം, ചിലപ്പോൾ കളർ ആയിരിക്കാം, ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനിൻ്റെ ക്രിയേറ്റീവ് പാർട്ടീവ് ആക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മളുടെ പോസിറ്റീവ് ഇവൻറ്റുകളെ ബൂസ്റ്റ് ചെയ്യണം. നെഗറ്റീവ് ഇവൻറ്റുകളെ ഹീൽ ചെയ്യണം. അല്ല, നമ്മളോട് ഇന്നും രാവിലത്തെ ദുആ, സ്ഥിരമായിട്ട് നമ്മളെ ചെല്ലാൻ പറഞ്ഞ ദുആ എല്ലാം പോസിറ്റീവാണ്. നമ്മോട് പലരും പലതും പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ഇതാക്കിയിട്ട്, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമി, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. പോസിറ്റീവാ. അനസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞെന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മോനെ അനസേ, രാവിലെ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും നിനക്ക് ആരോടും വെറുപ്പില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ നിനക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ, അതാണ് എൻ്റെ സൈക്കോളജി ഇതാ പറയുന്നത്. രാത്രിങ്ങൾ കിടക്കുമ്പോൾ എല്ലാവർക്കും പുറത്തെടുത്ത് നിങ്ങൾ ഉറങ്ങണം. നമ്മളുടെ ഈ നെഗറ്റീവുകൾ, നമ്മളെ വേദനിപ്പിച്ചവർ, ഇവരൊക്കെ അതെല്ലാം എവിടെ ഇട്ട് കളയാണ്? എവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പാരഡൈം ഷിഫ്റ്റ് പറഞ്ഞ ഇതാണ്. ഈ പാരഡൈമിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ മുമ്പ് നടന്ന ഇവൻറ്റുകളുടെ പ്രതിഫലനം മാത്രമാണ് നിങ്ങൾ ഏത് പ്രോബ്ലം വരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ പട്ടി ഇങ്ങോട്ട് കയറി വന്നാൽ എന്ത് ചെയ്യും? ചിലവർ പേടിച്ചോടും, ചിലവർ കളിപ്പിക്കും, ചിലവർ അതിനെ ലൈഫിൽ പ്രീവിയസ് ഒരു പക്ഷേ പാരൻസിൻ്റെ അടുത്ത് കിട്ടിയതായിരിക്കാം, ചിലപ്പോൾ സ്വന്തം ലൈഫിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, ഏതെങ്കിലും രീതിയിലുണ്ടാവും. നമ്മൾ ഒരു പ്രശ്നത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ ലൈഫിലെ പ്രീവിയസ് എക്സ്പീരിയൻസുകളാണ്. ആ പ്രീവിയസ് എക്സ്പീരിയൻസുകളെ നമ്മൾ ബാഡിനെ എന്ത് ചെയ്യണം? ഹീൽ ചെയ്യണം. പോസിറ്റീവിനെ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്താൽ നമ്മുടെ ബ്രെയിനിൻ്റെ
ക്രിയേറ്റീവ് പാർട്ട് ആക്റ്റീവ് ആവും. അപ്പം നിങ്ങളടുത്ത് നിന്ന് എന്ത് വരും? പുതിയ ആശയങ്ങൾ വരും. പുതിയ ആശയങ്ങൾ വരും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നല്ല. നമ്മൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റികൾ കാണുന്നില്ല. പൊളിറ്റിക്സിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ലീഗിന് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റികളുണ്ട്. ആ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ തിങ്ക് ചെയ്യുന്നു, എപ്പോഴും നമ്മൾ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന എന്താണ്? നമ്മുടെ നെഗറ്റീവ് തിങ്കിങ്ങുകളാണ്. അതാണ് എപ്പോഴും നിങ്ങൾ പുറത്ത് പൊറുക്കണം. അസ്തഗ്ഫിറുല്ലാഹ്. ഏറ്റവും നല്ല ഹീലിംഗ് ആണ്. ആ ഹീലിംഗ് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു തെറ്റ് നമ്മുടെ അടുത്ത് സംഭവിക്കും. പക്ഷേ തെറ്റ് നമ്മൾ ഹീൽ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. സോ ഞാൻ പറയാൻ ഇവിടെ ഉദ്ദേശിച്ചത്, നമ്മുടെ മനസ്സെന്ന് പറയുന്ന സാധനത്തിന് അപാര പവറുണ്ട്, അപാര പൊട്ടൻഷ്യലാണ്. പക്ഷെ നമ്മളതെന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അടുത്ത തലമുറയാണ്. CHും സീതി സാഹിബും ശിഹാബ് തങ്ങളും നമ്മളെക്കുറിച്ച് സ്വപ്നം കണ്ടതുകൊണ്ടാണ് നമ്മളിന്നിങ്ങനെ ഇരിക്കുന്നത്. നമ്മളിപ്പോഴും സെൽഫിഷാണ്. എനിക്കെങ്ങനെ ആവാൻ പറ്റും? എൻ്റെ സ്ഥാനം എങ്ങനെയാണ്? അങ്ങനെ CH കണ്ടിരുന്നെങ്കിൽ, അങ്ങനെ സീതി സാഹിബ് കണ്ടിരുന്നെങ്കിൽ, അങ്ങനെ കായികമില്ലത്ത് കണ്ടിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇങ്ങനെ ഇരിക്കുമോ? ഇംഗ്ലീഷിലൊരു കോട്ടുണ്ട്, എ സെൽഫിഷ് മാൻ നെവർ ബ്രേക്ക് ഹിസ് കംഫർട്ട് സോൺ. സെൽഫിഷായ മനുഷ്യൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യില്ല. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് എപ്പോൾ പറയും? നിങ്ങൾ നിലനിർത്താൻ സാധിച്ചാൽ നല്ല ആൻസറാണ്. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ. വാട്ട് അപ്രീസിയേഷൻ. കയ്യിൽ കുറച്ച് പൊടിയുണ്ട്, ഇത് കളയാം. വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഇഫ് യു ക്ലാപ്പ് 300 times in a day, there is no chance for heart attack. ബാക്കി വിട്ടുപിടിച്ചായി. തമാശയല്ല കേട്ടോ, ഇത് ചൈന പ്രൂവൺ ചെയ്താ. ഇത് തമാശയല്ല, ചൈന പ്രൂവൺ ചെയ്തതാ. നമ്മളെ സകല നെർവസ് വന്നെടുക്കുന്ന ഇവിടെ കൈയടിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പൊ അവസരം, ഒരാളെ അഭിനന്ദിക്കാൻ അവസരം കിട്ടിയാൽ അത് ശത്രുവാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഓതന്റിക് ഹാപ്പിനെസ് ഉണ്ട്. നിങ്ങളുടെ മൈൻഡ് ഉണ്ടാക്കി തരുന്ന ഓതന്റിക് ഹാപ്പിനെസ് ഉണ്ട്. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പ്രവാചകൻ നടന്നു പോകുന്ന സമയത്ത് ഒരു പെണ്ണ് പ്രവാചകന്റെ ശരീരത്തിലേക്ക് വേസ്റ്റ് ഇടുന്നു. ആ കുട്ടിക്ക് ഒരു പ്രശ്നം വന്ന സമയത്ത് പ്രവാചകൻ ആ കുട്ടി, എൻ്റെ പെങ്ങളെ നിനക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞത്. നിങ്ങൾ സൈക്കോളജി ശരിക്കും പഠിക്കുമ്പോൾ അത് ഹദീസും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളിതൊക്കെ പറയുള്ളൂ നമ്മുടെ ലൈഫിൽ എത്രത്തോളം തമാശയല്ല വാങ്ങിച്ചു. Okay, come to the point. Hello. I'll come to the point. Last വാങ്ങിക്കാം. അത് കണ്ടിന്യൂറ്റി പോകും. ലാസ്റ്റ് വാങ്ങിക്കാം. ഹലോ. Please come to the point. Hello, come to the point. ഹലോ, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി പോകും, വെറുതെ എന്തെങ്കിലും ആയിട്ട് പോകും. ഓക്കെ, എന്താ പറഞ്ഞത്? സക്സസ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. അവിടുത്തെ ഉത്തരം മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ സക്സസ് ആയി എന്ന് പറയാം? ഒരു ആൻസറാണ് അപ്രീഷിയേറ്റ് ചെയ്തത്. ഓക്കെ, വെരി ഗുഡ്. വേറെ യെസ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ ആണ്. അതൊന്നും കൂടി കറക്റ്റ് ചെയ്താൽ പീസ്. അതിന്റെ മുകളിലാണ്, ഹാപ്പിനെസിന്റെ മുകളിലാണ് എന്ത്? പീസ്, സമാധാനം, സ്വസ്ഥത. യെസ്, സ്വസ്ഥത. സാറ്റിസ്ഫാക്ഷനും അല്ല, അതിന്റെ മുകളിൽ. സാറ്റിസ്ഫാക്ഷൻ ഒരു പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് സിന്തറ്റിക് ആണ്. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോകും. എന്താണ് പീസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പരാജയപ്പെടുമ്പോഴും എൻ്റെ ലൈഫിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. സക്സസ് എന്ന് പറഞ്ഞാൽ മറ്റേത് മെറ്റീരിയലിസ്റ്റിക് ആണ്.
നിങ്ങൾക്ക് നിങ്ങളെ കാറ് കാണിച്ചു കൊടുക്കാൻ പറ്റും, നിങ്ങളെ വീട് കാണിച്ചു കൊടുക്കാൻ പറ്റും, എല്ലാം നിങ്ങൾക്ക് കാണിച്ചു, നിങ്ങളെ ബിസിനസ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ പീസ് എന്താണ്? ഫീലാണ്. നമ്മുടെ ലൈഫിൽ സക്സസ് ആയി എന്ന് നമ്മൾ പറയേണ്ടത് നമ്മൾ സ്വസ്ഥമായിട്ട്, മനസ്സ് സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളിടത്താണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 100 കോടി രൂപ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു 10,000 15,000 സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രീം കാർ നിങ്ങൾ ഉപയോഗിക്കുന്നു, മേബാക്കോ, മെഴ്സിഡീസ് ബെൻസോ, BM, ഫെറാരിയോ. നിങ്ങളുടെ മനസ്സിന് ഒരു സ്വസ്ഥത ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ, സ്വസ്ഥത ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? സ്വസ്ഥത ഇല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല. അൾട്ടിമേറ്റ്ലി ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ അത് ചിലപ്പോൾ ഒരാൾക്ക് പറഞ്ഞു നമുക്ക് കൊടുക്കാൻ എന്ത് ചെയ്യൂല, കഴിയൂല. ഇതില്ലാത്തതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നം. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്ന സക്സസ് മുഴുവൻ മെറ്റീരിയലിസ്റ്റിക്കാണ്. നമ്മളിവിടെ പറയുന്ന, നമ്മളിപ്പോൾ പൊളിറ്റിക്സിലാണെങ്കിലും പുറത്താണെങ്കിലും കുട്ടികളോടൊക്കെ പറയുന്ന എന്താണ്? മെറ്റീരിയലിസ്റ്റിക്കാണ്. എവിടെയാണ് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരാൾ സ്വസ്ഥ? നമ്മൾ പറയും കുട്ടി ഡോക്ടറായാൽ അല്ലെങ്കിൽ സിവിൽ സർവീസ് എടുത്താൽ എന്താകും? സക്സസ് ആണ്. ഞാൻ പറയുന്നത് ഒരാൾ ടീച്ചർ ആവാനാണ് അവൻ്റെ സ്കില്ലെങ്കിൽ അവൻ ടീച്ചർ തന്നെ ആവണം. അപ്പോഴേ അവൻ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അവൻ്റെ യഥാർത്ഥ സ്കില്ലുള്ളവിടുത്തെ ഒരാൾ ജോലി ചെയ്യുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? അവിടെ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. കൂലിപ്പണിയാണ് ഒരാൾ സ്കില്ലെങ്കിൽ അവൻ എന്തിനു പോകണം? അതിന് തന്നെ വിടണം. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മേഖലകളിലും നമ്മൾ സ്വസ്ഥമല്ല, ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മൾ റീതിങ്ക് ചെയ്യണം. അത് ഇട്ടേച്ച് പോയിട്ടല്ല, നമ്മൾ റീതിങ്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ പോസിറ്റീവ് ഇവൻറ്റിലേക്ക് ഇപ്പോൾ നമുക്കൊന്ന് പോവാം. ആരും റെഡി? ആരും റെഡി? കയ്യും കാലം എല്ലാം ഓപ്പൺ ആക്കി വെച്ചേ. എല്ലാവരും കയ്യും കാലൊക്കെ ഓപ്പൺ ആക്കി വെച്ചേ. കയ്യും കാലൊക്കെ ഓപ്പൺ ആക്കി വെച്ചേ. ഓക്കെ, ഒന്ന് എണീറ്റിരുന്നേ. എല്ലാവരും ഒന്ന് എണീറ്റിരുന്നേ. അപ്പുറത്ത് ഒരു ഷൈക്കാൻ്റെ കൊടുത്തേ, വേണമെങ്കിൽ ഹഗ് കൊടുത്തേ. ഓക്കെ, ഇരുന്നേ ഫോണിൽ. ഓക്കെ, ഇരുന്നേ. ഓക്കെ, കൈ കാലം ഒന്നും ക്രോസ് ചെയ്യരുത്. അതിന് ഇതും കൂടി പറയാം, ഇതിന്റെ ടെക്നിക്ക് കൂടി പറഞ്ഞുതരാം. നിങ്ങളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ അവർ നിങ്ങളോട് എന്തോ എന്ത് ചെയ്തിരിക്കുന്നത്? മറച്ചു വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടല്ല നിങ്ങളോട് സംസാരിക്കും. ഇനി ഇത് കണ്ടിട്ട് നേരെ പോയിട്ട് ചോദിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ എന്നോട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അയാൾ എന്തെങ്കിലും നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്? മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങൾ പിള്ളേർ സംസാരിക്കുമ്പോ കയ്യിൽ അതല്ലേ ഒക്കെ ബ്ലോക്കിങ്, ഒക്കെ ബ്ലോക്കിംഗ് ആണ്. നിങ്ങൾ ഇൻട്രോവേർട്ടാണ്? ഓക്കെ, ശരിക്കും ഈ നൃത്തം ശരിക്കും ഒരു ഭവ്യതയുടെ ഒരു ഇതൊന്നും അല്ല. ശരിക്കും മറച്ചു വെക്കല. നമ്മൾ എന്തൊക്കെയോ പഠിച്ച കുറെ കാര്യങ്ങളാണത്. ഓക്കെ, ഓപ്പൺ അല്ല എല്ലാവരും? കാല് ഓപ്പൺ ആയി, കാല് ക്രോസ് ചെയ്യരുത്. അത് നമ്മളെപ്പോഴും മൈൻഡ് നമ്മുടെ ബ്ലോക്ക് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ ശരിക്കും നമ്മുടെ നെഗറ്റീവ്സുകൾ കടന്നിട്ട് നമ്മൾ പോസിറ്റീവിന് എന്ത് ചെയ്തിരിക്കുകയാണ്? വിഴുങ്ങിയിരിക്കുകയാണ്. പോസിറ്റീവ് ഇവന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ലൈഫിൽ. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും എവിടെയാണ്? നമ്മൾ നെഗറ്റീവിലാണ്. ഇന്ന് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്കൊരു പുസ്തകം വേണം സ്ഥിരം. അതിൻ്റെ പേര് ലേണിംഗ് ജേണൽ എന്നാണ്. നിങ്ങളുടെ ലൈഫിലെ പോസിറ്റീവ് ഇവൻറ്റുകളൊക്കെ എഴുതുക. അത് essay ആയിട്ട് എഴുതണ്ട, നിങ്ങൾക്ക് ട്രിഗർ ചെയ്താൽ മതി. ഇപ്പോൾ ഊട്ടി പോയ സമയത്ത് അപ്പോൾ ഊട്ടിന്ന് എഴുതിയാൽ മതി. അത് വരുമ്പോൾ തന്നെ ആര് എന്ത് ചെയ്യും? ബ്രെയിൻ എടുത്തോളൂ. പക്ഷെ നിങ്ങളിത് ഫുള്ള് നിങ്ങളുടെ സകല പോസിറ്റീവ് ഇവൻറ്റുകൾ എഴുതുക. കിട്ടുന്നൊക്കെ പിന്നെ ലൈഫിൽ ഉണ്ടാവുന്നത് എഴുതുക. ലൈഫിൽ ഉണ്ടാവുന്നില്ല, നിങ്ങളുടെ 10 15 സ്കില്ലുകൾ ഉണ്ടാവും, നിങ്ങൾക്കുള്ള സ്കില്ലുകൾ ഉണ്ടാവും. അത് എഴുതി വെക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ ഉണ്ടാവും. 5 10 ആൾക്കാരെ പേര് എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് എഴുതും പോകണ്ട, ഇതെടുത്ത് വായിച്ചാൽ മതി. ഇത് നിങ്ങൾ ലൈഫിൽ നിരന്തരം ചെയ്തു നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് അല്ല കേട്ടോ, ചേഞ്ചസിന് മേലെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഒട്ടും ഫോഴ്സ് ഇല്ലാണ്ട് കണ്ണടച്ച് എല്ലാവരും കൈയും കാലം ഓപ്പൺ ആക്കി വെച്ച് കണ്ണടച്ച്
ഇനി ഞാൻ പറയാണ്ട് കണ്ണ് തുറക്കരുത്. സീരിയസ് ആയിട്ട് ചെയ്യണേ. കരച്ചിൽ വന്നാൽ കരയണം. കരച്ചിൽ വന്നാൽ കരയണം. ഒരു കാരണവശാലും പിടിച്ചു നിർത്തരുത്. നിങ്ങളുടെ ഫേസ് എവിടെയും ഒരു ക്യാമറയിലും പിടിക്കുന്നില്ല. നിങ്ങൾ സേഫാണ് ഇവിടെ. നന്നായിട്ടൊരു ശ്വാസം എടുത്ത് വിട്ടേ, പുറത്തേക്ക് വിട്ടേ. ഒന്നുകൂടെ വലിച്ചേ, ഒന്ന് ഹോൾഡ് ചെയ്തേ, പുറത്തേക്ക് വിട്ടേ. ഒന്നുകൂടെ ഉള്ളിലേക്ക് വലിച്ചേ, പുറത്തേക്ക് വിട്ടേ. ശക്തമായിട്ട് വലിച്ചേ, പുറത്തേക്ക് വിട്ടേ. നോർമൽ ശ്വാസത്തിലേക്ക് പോയിക്കേ. ഈ ഹാളിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ശബ്ദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തേ. ആ ശബ്ദത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തേ. ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ശബ്ദത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേ. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തേ. നിങ്ങളെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചേ. ഓരോ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നതായിട്ട് ഫീൽ ചെയ്തേ. ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുള്ള ഉള്ളിലുള്ള പേടി, ഭയം, ആൻസൈറ്റി ഒക്കെ പുറത്തു പോകുന്നതായിട്ട് ഫീൽ ചെയ്തേ. ദൂരേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്തേ. അകത്തേക്ക് വലിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നു. പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പേടി ഇതെല്ലാം പുറത്തേക്ക് പോകുന്നു. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിലെ പുക പുറത്തേക്ക് ദൂരേക്ക് പോകുന്ന പോലെ നിങ്ങളുടെ ഉള്ളിലെ പേടി, ഭയം എല്ലാം പുറത്തേക്ക് ദൂരേക്ക് പോകുന്നതായിട്ട് കണ്ടേ. അകത്തേക്ക് വലിക്കുമ്പോൾ ആത്മവിശ്വാസം കൂടുന്നു. ഓരോ ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ. ഓക്കെ, ഇതിൽ ഹൈറ്റ് പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കിയേ. ഹൈറ്റ് പേടിയുള്ള. ഓക്കെ, വെരി ഗുഡ്. കണ്ണ് തുറക്കരുത്, കണ്ണ് തുറക്കരുത്. ഓക്കെ, താഴേക്ക് താത്തിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ ആ പോസിറ്റീവ് ഇവന്റ് ഇപ്പൊ ഒന്ന് ഓർത്തെടുത്തേ. ഹാപ്പിനെസ് ഇവന്റ് ഇപ്പൊ ഒന്ന് ഓർത്തെടുത്തേ. അത് ഇപ്പൊ ഒന്ന് റിലീവ് ചെയ്തേ. അത് നടന്ന സംഭവ സ്ഥലം കണ്ടേ. അതിൽ ഉൾപ്പെട്ട വ്യക്തികളെ കണ്ടേ. അന്ന് കേട്ട ശബ്ദങ്ങൾ കേട്ടെ. അന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് അടിച്ച ആ കാറ്റ്, അതിപ്പോഴും നമ്മൾ ഡ്രസ്സില്ലാത്ത ഭാഗത്തേക്ക് അടിക്കുന്നതായിട്ട് ഫീൽ ചെയ്തേ. അന്നത്തെ അതേ വികാര വിചാരങ്ങളിലൂടെ കടന്നുപോയിക്കേ. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അവസ്ഥ, അത് നടന്ന സംഭവ സ്ഥലത്ത്, അതിലുൾപ്പെട്ട വ്യക്തികൾ എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്. അന്ന് കേട്ട ശബ്ദങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ട്. വെരി ഗുഡ്. നിങ്ങൾ ഉമ്മനൊന്ന് കണ്ടേ. നിങ്ങൾ മരിച്ചു പോയിട്ടുണ്ടാവും, കുഴപ്പമില്ല. ഉമ്മനൊന്ന് കണ്ടേ. ഉമ്മ നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്ന കണ്ടേ. ഉമ്മയുടെ ആ സ്നേഹം തുളുമ്പുന്ന മുഖം കണ്ടേ. ഉമ്മനെ സ്നേഹം തുളുമ്പുന്ന മുഖം കണ്ടേ. അമ്മയുടെ സ്നേഹം മുഴുവനായിട്ട് കണ്ടേ. നിങ്ങൾ ഉമ്മ സഹായിച്ചത്, നിങ്ങൾക്ക് ഉമ്മ തന്ന സ്നേഹം, അതെല്ലാം കണ്ടേ. ഉമ്മയോട് എന്തെങ്കിലും നമ്മുടെ പ്രായത്തിൻ്റെ ഏതെങ്കിലും ചെറിയ അപക്വതയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയോട് കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് ഉമ്മയോട് മാപ്പ് പറഞ്ഞേ. ഉമ്മ നിങ്ങൾക്ക് തിരിച്ച് മാപ്പ് തരുന്നതായിട്ട് കണ്ടേ. മോനെ, നിങ്ങളെ ചെറിയ കുട്ടിയായ സമയത്തുള്ള പോലെ നിങ്ങൾ വിളിക്കുന്ന പേര് വിളിച്ചിട്ട് ഉമ്മ നിങ്ങൾക്ക് മാപ്പ് തരുന്നതായിട്ട് കണ്ടേ. കരഞ്ഞുകൊണ്ട് മാപ്പ് തരുന്നതായിട്ട് കണ്ടേ. മോനെ, എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പ അങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കണ്ടേ. ഉപ്പനെ കണ്ടേ. ഉപ്പ നിങ്ങൾക്ക് പലപ്പോഴും നമുക്ക് ദേഷ്യപ്പെടുന്ന, ചിലപ്പോൾ ചിരിക്കാത്ത ഒരാളായിട്ടായിട്ട് നമ്മൾ കാണുന്നത്. ചിരിക്കുന്ന ആളായിട്ട് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. പക്ഷെ എപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മൾ ഇത്രയും വലുപ്പമായി ചെറുപ്പത്തിൽ
ഉപ്പ നമ്മളിങ്ങനെ ആക്കി. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉപ്പൻ്റെ വിയർപ്പാണ്. ആ ഉപ്പ നിങ്ങൾക്ക് ചെറുപ്രായത്തിൽ ഡ്രസ്സ് വാങ്ങി തന്നു, ഭക്ഷണം വാങ്ങി തന്നു. എത്ര പേരുടെ ആട്ടും തുപ്പും സഹിച്ചിട്ടുണ്ടാവും ജോലി ചെയ്യുന്ന സ്ഥലത്ത്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നിങ്ങൾ ജോലി സ്ഥലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന വേദന ആ ഉപ്പ എത്ര അനുഭവിച്ചിട്ടുണ്ടാവും. ആ ഉപ്പക്ക് ഒരു പക്ഷെ നമ്മോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ പ്രായത്തിൻ്റെ ആ പക്വതയിൽ ഉപ്പയോട് ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ആ ഉപ്പനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് ഉപ്പ തിരിച്ച് നിങ്ങൾക്ക് മാപ്പ് തരുന്നതായിട്ട് കണ്ടേ. ഒരു കാരണവശാലും കരച്ചിൽ പിടിച്ചു നിർത്തരുത്. കരഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആയി. ഒരു കാരണവശാലും കരച്ചിൽ പിടിച്ചു നിർത്തരുത്. ഉപ്പയോട് മാപ്പ് ചോദിച്ചേ. ആ ഉപ്പ തിരിച്ച് മാപ്പ് തരുന്നതായിട്ട് കണ്ടേ. ആ ഉപ്പ മാപ്പ് തരുന്നതായിട്ട് കണ്ടേ. ഉപ്പ തിരിച്ച് നിങ്ങൾ ഹാപ്പി ആയിട്ട് മാപ്പ് തരുന്നതായിട്ട് കണ്ടേ. ഉപ്പനെ ഓർത്ത് കെട്ടിപ്പിടിച്ച് കിടന്നേ, കെട്ടിപ്പിടിച്ചേ, ഉപ്പനെ കെട്ടിപ്പിടിച്ചേ, ടൈറ്റായിട്ട് ഉപ്പനെ കെട്ടിപ്പിടിച്ചേ, ടൈറ്റായിട്ട് ഉപ്പനെ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഉപ്പനോർത്ത് കരഞ്ഞേ, ഉപ്പനോർത്ത് കരഞ്ഞേ. അച്ഛനെയാണ് എനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ, പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ. ഉപ്പനോർത്തെ ഒരു പുതിയ മനുഷ്യനാവുന്നതായിട്ട് കണ്ടേ. നിങ്ങൾ ആഗ്രഹിച്ച പോലെ സക്സസ് ആവുന്നത് വിഷ്വലൈസ് ചെയ്തേ. നിങ്ങൾ ലൈഫിൽ ആഗ്രഹിച്ച പോലെ വിജയിക്കുന്നതായിട്ട് കണ്ടേ. കൈയിൻ്റെയും കാലിൻ്റെയും വിരലുകൾ അനക്കിക്കുക, ജസ്റ്റ് അനക്കിക്കുക. ബ്ലഡ് സർക്കുലേഷൻ നോർമലൈസ് ചെയ്തേ. അല്ലെങ്കിൽ എണീറ്റ് നിൽക്കുമ്പോൾ തലമിന്നി പോകും. ആർക്കെങ്കിലും ചെയ്യാൻ പറ്റാത്തവരുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, കൈയിൻ്റെ കാലിലും മുട്ടൊന്ന് മടക്കി നിർത്തിയേ. ഓക്കെ, കണ്ണടച്ചുകൊണ്ട് എണീറ്റുന്നേ, കണ്ണടച്ചുകൊണ്ട് എണീറ്റുന്നേ. ഒരു കാരണവശാലും സംസാരിക്കരുത്. ഞാൻ പറയുന്നത് വരെ സംസാരിക്കരുത്. കണ്ണ് തുറന്ന് അടുത്തുള്ള ആൾക്കും ഈ ഹാളിൽ നടന്നിട്ട് പരമാവധി ആളുകൾക്ക് ടൈറ്റായിട്ട് ഹഗ് കൊടുത്തേ. കണ്ണ് തുറന്നിട്ട് പരമാവധി ആളുകൾക്ക് ഹഗ് കൊടുത്തേ. കണ്ണ് തുറന്നിട്ട് സംസാരിക്കരുത്.
കണ്ണടച്ചേ, കണ്ണടച്ചേ, കണ്ണടയ്ക്കരുത്. നിങ്ങളിപ്പോഴത്തെ ഫീല് വിളിച്ചു പറഞ്ഞു, ഫീല് മാത്രം. മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം. വെരി ഗുഡ്. മാഷാ അല്ലാ, 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 അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഓ ഒരു ഡ്രീം. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇത്രയേ ഉള്ളൂ. നിങ്ങളെ കുട്ടികളോടും എല്ലാവരോടും പാരൻസിനോടുള്ള അൺഫിനിഷ്ഡ് ബിസിനസ്സുകൾ തീർക്കാതെ നമ്മുടെ ലൈഫിൽ സക്സസ് ആവില്ല. പാരൻസിനോടുള്ള അൺഫിനിഷ്ഡ് ബിസിനസ് തീർക്കാതെ ലൈഫിൽ സക്സസ് ആവില്ല. അതിനാണ് നമ്മളുടെ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളുടെ സ്വഭാവം മാതാവിൻ്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന്. നിങ്ങളുടെ സ്വർഗം എവിടെയാ? ആ സ്വർഗത്തിലേക്കുള്ള വാതിലാരാ? ഉപ്പയാണ്. അത് നമ്മൾ പലപ്പോഴും പറയാറില്ല. സ്വർഗത്തിലേക്കുള്ള വാതിലാരാണ്? ഉപ്പയാണ്. കാരണം നമ്മളിത് ചെയ്യാൻ തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നടക്കുന്ന, പ്രത്യേകിച്ച് ടീനേജിൻ്റെ ഇടയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ പറയുന്നൊരു പ്രശ്നം കഞ്ചാവും അതുപോലത്തെ ഡ്രഗ്സും കാര്യങ്ങളാണ്. നമ്മളതിനെന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ പാർട്ടി പ്രവർത്തകർ നാട്ടിൽ കഞ്ചാവ് കൂടുന്നുണ്ടാവും, നമ്മളെന്താ ചെയ്യുക? ഒരു ബോധവൽക്കരണം വെക്കും. ആസ് എ കൗൺസിലിംഗ് ചെയ്യുന്ന ആളെന്ന രീതിയിൽ 80% ടീനേജിലെ പിള്ളേരും ഈ ഡ്രഗ്സ് എന്താണെന്ന് അറിയുന്നത് എവിടുന്നാണ്? ഈ ക്ലാസ്സിൽ നിന്ന്. ക്ലാസ് ഒരു പക്ഷേ റിസൾട്ട് ഉണ്ടായേക്കാം, ഇമ്പാക്റ്റ് നെഗറ്റീവായിരിക്കും. എന്താണ് ഇതിൻ്റെ മാർഗം? പിള്ളേരെ ഒരിക്കലും നിങ്ങൾ ഉപദേശിക്കരുത്. നോൺ ഡയറക്റ്റീവ് ആയിരിക്കണം. എന്താ ചെയ്യേണ്ടത്? പിള്ളേരുടെ ലൈഫിൽ കൃത്യമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഗോൾ ഉണ്ടെങ്കിൽ അവൻ ഒരു കഞ്ചാവിലേക്കും പോകില്ല, ഒന്നിലേക്കും പോകില്ല. നമ്മൾ ചെയ്യേണ്ട, ഒരു കുട്ടിയെ കണ്ടാൽ, ആരെ കണ്ടാലും ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യത്തിലേ ഉള്ളൂ, മോനെ സുഖമാണ്, അതൊക്കെ ശരിയാക്കി ചോദിക്കുക. നെക്സ്റ്റ് ചോദിക്കേണ്ട ചോദ്യം, വാട്ട് ഈസ് യുവർ ഡ്രീം? എന്താണ് നിന്റെ സ്വപ്നം? ഇന്ന് വരെ അവനോട് ഒരാൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല. അന്നു മുതൽ അവൻ്റെ ഇതിൽ ട്രിഗർ ചെയ്യും, എനിക്കൊരു ഡ്രീം വേണം. നമ്മൾ ചോദിക്കേണ്ടത്, ആരോട് ചോദിച്ചാൽ എന്താ മോനെ ഡ്രീം, നിന്റെ ലൈഫിലെ ലക്ഷ്യം എന്താണ് ചോദിക്കണം. ആ ഡ്രീം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് 8ാം ക്ലാസ്സിൽ നിന്നോ 9ാം ക്ലാസ്സിൽ നിന്നോ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്താൽ. നമ്മൾ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, IHRD പറഞ്ഞിട്ട് 9 വർഷമായിട്ടുള്ള പ്രോജക്റ്റ്. നമ്മുടെ സെഷനൊക്കെ കുറേ ആൾക്കാർ അറ്റൻഡ് ചെയ്യാൻ വന്നവരുണ്ട്, നമ്മുടെ സെഷൻസ് കാര്യങ്ങൾക്ക് വന്നവരുണ്ട്. 9 വർഷമായിട്ട് മലപ്പുറം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന IHRD അതിൽ തീം ഇത്രയേ ഉള്ളൂ, ഒരുവൻ എന്താവണമോ അവൻ അതായി തീരണം. ദിസ് ജർമ്മൻ സൈക്കോളജിയാണ്. തീം സെൻറ്റേർഡ് ഇൻട്രാക്ഷൻ. ആരോ അറ്റൻഡ് ചെയ്തുകൊണ്ടുണ്ടല്ലോ. തീം സെൻറ്റേർഡ് ഇൻട്രാക്ഷൻ, ജർമ്മൻ സൈക്കോളജി. ജർമ്മനി 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇങ്ങനെ ഉയർന്നത്, മെർസിഡീസ് ഒക്കെ ഇങ്ങനെ ആയത് അവർ ഈ ഒരു തിയറി മാത്രം ഉപയോഗിച്ചിട്ടാണ്. കൂലിപ്പണിക്ക് തന്നെ പോകണം, ബിസിനസ് ചെയ്യണം, ബിസിനസ്സേ ചെയ്യാവൂ, എംപ്ലോയി മൈൻഡ് സെറ്റുള്ള എംപ്ലോയിയെ ചെയ്യാവൂ, എംപ്ലോയർ മൈൻഡ് സെറ്റുള്ള എംപ്ലോയർ ആവാൻ പറ്റുള്ളൂ, സിവിൽ സർവീസിലുള്ള മാത്രമേ സിവിൽ സർവീസിൽ, ഗവൺമെന്റ് എംപ്ലോയി ആവാൻ പറ്റുന്നോ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ ഇതൊരു ടീമാവുള്ളൂ, അപ്പോഴൊരു പ്രൊഡക്ടിവിറ്റിയുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, പിള്ളേരെ 8ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഏറ്റെടുത്തിട്ട് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, അവരുടെ യഥാർത്ഥ സ്കില്ലിനെ ഐഡന്റിഫൈ ചെയ്യും. 20 പിള്ളേരെ ഗ്രൂപ്പാക്കിയിട്ട് മാറ്റും, അവർക്കൊരു മെൻറ്ററെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ആ ഗ്രൂപ്പ് എന്ന് പറയുന്ന പിയർ ഗ്രൂപ്പുകളായിരിക്കും. ടീനേജ് എപ്പോഴും പിയർ ഗ്രൂപ്പുകളായിട്ട് നിൽക്കുള്ളൂ, ഒരിക്കലും മറ്റു ഗ്രൂപ്പുകളായിട്ട്. നമ്മളിപ്പോൾ ടീനേജ് നടക്കുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് പിയർ ഗ്രൂപ്പുകളാണ്. അപ്പോൾ നമ്മൾ MBBS ഡോക്ടർ ആവാൻ കപ്പാസിറ്റി ഉള്ളവരൊക്കെ ഒരു പിയർ ഗ്രൂപ്പ് ആക്കും. 9ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞാൽ നേരെ കുട്ടികളെ നമ്മൾ വിസിറ്റ് കൊണ്ടുപോകും, എവിടേക്ക് എയിംസിലേക്ക് വിഷ്വലൈസ് ചെയ്തെടുക്കും. മോനെ നീ MBBS പഠിക്കുകയാണെങ്കിൽ എവിടെ പഠിക്കണം? എയിംസ് പഠിക്കണം. 9ാം ക്ലാസ്സിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ കുട്ടിയോട് പഠിക്കാൻ പറയേണ്ട, +2 കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇത് കോഴ്സാണ്. നമ്മൾ ഒരു കരിയർ ഗൈഡൻസും കൊടുക്കേണ്ട ആവശ്യമില്ല. 2 നമ്മൾ യൂത്തിൻ്റെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. യൂത്ത് ഇതേപോലെ ഒരുപാട് ആൾക്കാർ പല രീതിയിലും പോയിട്ടുണ്ട്, അവരെ തിരിച്ച് കൊണ്ടുവരാം. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഐശ്വര്യത്തോടു കൂടി പ്രായമാകാം, അർത്ഥവത്തായി ജീവിക്കാം. ഐശ്വര്യത്തോടു കൂടി പ്രായമാകാം. 95% അസുഖങ്ങളും സൈക്കോസമാറ്റിക്കാണ്. 95% അസുഖങ്ങളും സൈക്കോസമാറ്റിക്കാണ്. നിങ്ങൾ മനസ്സുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്.
5% മാത്രമേ മറ്റു കാര്യങ്ങൾ കൊണ്ടു. നിങ്ങൾക്ക് ഇവിടെ വേദന വരുന്നുണ്ട്, ഇവിടെ വേദന വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, എല്ലാം സൈക്കോസൊമാറ്റിക്കാണ്. ആ സൈക്കോസൊമാറ്റിക് ആയിട്ട് പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ 55 വയസ്സ് 60 വയസ്സ് ആൾക്കാർ തീരുമാനിക്കണത് എനിക്ക് ഏജ്ഡായി. അപ്പം അത് മാറ്റിയിട്ട് അവർ ഒറ്റ തവണ മാത്രമേ മരിക്കാൻ പാടുള്ളൂ. നമ്മൾ എപ്പോൾ മാത്രമേ മരിക്കാൻ പാടുള്ളൂ? നമ്മളെ ഖബറിലേക്ക് വെക്കുമ്പോൾ മാത്രമേ നമ്മൾ മരിക്കാൻ പാടുള്ളൂ. അപ്പം ഈ 3 തലത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ഒരു സൊസൈറ്റിയാണ് IHRDH എന്ന് പറയുന്നത്. ഞാനിത് പ്രവർത്തിക്കുന്നു പറയും. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടുകളിലും ഇത് ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്തില്ല എങ്കിൽ നമ്മുടെ അടുത്ത തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് ഡ്രീം സെറ്റ് ചെയ്യാനും ഗോൾ സെറ്റ് ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കുക, അത് ചോദിക്കുക, അടുത്ത തലമുറയെ പഠിപ്പിക്കുക. അതിന് കൂടെ ലീഗിൻ്റെ പൊളിറ്റിക്സ് നമ്മൾ അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോൾ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള കുട്ടികളെ അവരെ നേരെ നമ്മൾ എടുക്കൊണ്ടിരണം. ലീഗിൻ്റെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ സ്ഥാനം പോകുക ഇതൊന്നും പ്രശ്നമില്ല. നാളെ ഈ സമുദായത്തിന് ഈ സാധനം വേണം. നല്ല ഓർഗനൈസേഷൻ കപ്പാസിറ്റി ഉള്ളണം, നല്ല ലീഡർഷിപ്പ് കപ്പാസിറ്റി വേണം, നല്ല ട്രബിൾ ഷൂട്ടിങ് പവറുള്ള കുട്ടികളുണ്ടാവും. അവരൊക്കെ നമ്മളെ കൊണ്ടുവന്ന് നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തണം. എന്തായാലും എല്ലാവർക്കും ഈ സെഷൻ കേൾക്കാൻ എനിക്ക് അവസരം തന്ന ഗ്രീൻ സോണും എല്ലാവർക്കും കൃത്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്.